CPM അതിൻ്റെ സമ്പൂർണമായ നാശത്തിലേക്കുള്ള യാത്ര അത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. അതിനി തിരിച്ചു നടക്കാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. ഇപ്പോൾ MA ബേബി നമ്മുടെ പച്ചക്കുതിരക്കകത്ത് എഴുതിയിട്ടുള്ള ഒരു ചെറിയ കുറിപ്പുണ്ട്. ആ കുറിപ്പ് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അയാൾ പറയുന്നില്ല. സത്യത്തിൽ ആ കുറിപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധമുള്ള പ്രവർത്തകന്മാരെ, അനുഭാവികളെ, സഹയാത്രികരെ വീണ്ടും പറ്റിക്കണമെന്നുള്ള വളരെ ബോധപൂർവമായ ഡെലിബറേറ്റ് ആയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ കുറിപ്പുകൾ. ആ കുറിപ്പ് മിക്കവാറും ഒരുപാട് ആളുകൾക്ക് വായിച്ചു കാണും. അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതിലെ സബ്ജക്റ്റ് ആര് എന്ന ചോദ്യമുണ്ട്. സബ്ജക്റ്റ് ആര്, ഞാൻ ആവർത്തിച്ച് പറയാം, സബ്ജക്റ്റ് ആരാണ്. സബ്ജക്റ്റ് ആരാണ് എന്ന് പറയാതെ ഒരു കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അയാൾക്ക് കാര്യം അറിയാം, പക്ഷേ അത് ഞാൻ പറയില്ല. ഇത് കമ്മിറ്റിയിൽ പറയേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പൊളിറ്റിക് ബ്യൂറോ മെമ്പർ, ആ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ അത് പറയാതിരിക്കുകയും പുറത്ത് ഒരു വാരികക്ക്, ഒരു മാഗസീനകത്ത് ഒരു സാധനം കുറിക്കുകയും ചെയ്യാം. ഇത് കുറിക്കുന്നതോടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വായനക്കാരൻ എന്താണെന്ന് തിരുത്താനുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനാരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ 2 പദപ്രയോഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവം കൈക്കൊള്ളുക. ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവം കൈക്കൊള്ളുക. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ അർത്ഥം? രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താ പറയുക, അതായത് രണ്ടാമത്തെ പേജിനകത്ത് വരുന്ന സാധനമാണ് തിരിച്ചറിയാവുന്ന തിരിച്ചടികൾ. ഒരുപക്ഷെ ഇയാൾ ഇത് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ രണ്ടാം നമ്പൂരിപ്പാടാവാൻ ശ്രമിക്കുകയാണോ ഇയാൾ, അല്ലെങ്കിൽ രണ്ടാം മാർസാവാൻ ശ്രമിക്കുകയാണോ? ഈ ക്ഷമാപൂർവം എന്ന് പറയുമ്പോൾ ഇയാൾ രണ്ടാം ഗാന്ധിയാവാനാണ് ശ്രമിക്കുന്നത്. ഹൃദയത്തിൽ തൊട്ട് നേരെ വിരൽ ചൂണ്ടി ഇന്നയാളാണ് ഇതിനകത്ത് പ്രൈമാ ഫേസി അക്യൂസ്ഡ് എന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഭീരു ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയത് കൊണ്ട് ഇത് ചർച്ച ചെയ്യുന്ന വാസ്തവത്തെ നമ്മൾ വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്, പടുവിഡ്ഢികളാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് സംഭവിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാൾ, കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇയാൾ മാറാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിൻ്റെ ആസന്ന മൃത്യുവിലേക്ക് പാർട്ടി ബോധപൂർവം സെൻട്രൽ കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും മൗനാനുവാദത്തോടെ അല്ല പരസ്യാനുവാദത്തോടെ അത് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇത് മനസ്സിലാവുന്നില്ല എന്ന് MA ബേബി ആവർത്തിച്ച് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഒരു പ്രയോഗമുണ്ട്, ബേബി എന്നൊരു പ്രയോഗമുണ്ട്. അതിൽ ചെറുത് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. ഞാൻ അതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല സാധനം. പക്ഷേ ഈ കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഒരു മറിയക്കുട്ടി ചേച്ചിയില്ലേ, ആ മറിയക്കുട്ടി ചേച്ചിയോട് ചോദിച്ചാൽ എന്താണ് ഈ പാർട്ടിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആരാണ് ഇതിനകത്ത് പ്രൈമാ ഫേസി ആയിരിക്കുന്ന കുറ്റവാളിയെന്നും കൃത്യമായി മറിയക്കുട്ടി ചേച്ചി ഈ ലോകത്തോട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് പോലും തിരിച്ചറിയാതിരിക്കുന്ന ആളുകൾ വലിയ സൈദ്ധാന്തികന്മാരാണെന്ന വ്യാജേന രണ്ടാം നമ്പൂതിരിപ്പാടോ അല്ലെങ്കിൽ രണ്ടാം മാർസുമായി അവതരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സത്യത്തിൽ എന്താണ്? ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും വിസരിച്ചിരിക്കുന്ന പാർട്ടി പുറത്തോട് കാണിക്കുന്ന വലിയ ആത്മവഞ്ചനയാണത്. ഒന്നാമത്തെ വെർഷൻ. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ പാർട്ടിയെ ഇയാളും സിൽബന്തികളും ചേർന്ന് ഈ പാർട്ടിയെ നശിപ്പിച്ച് കൊണ്ടുപോയതിന്റെ ദുരന്തം എന്താണ്? ശരിക്ക് ഈ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ധാർമ്മികത അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്തുണ്ടായിരുന്ന സത്യസന്ധത മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ എന്ത് വരികയാണ്? ഏറ്റവും ഗൗരവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന സംഭവമായിരുന്നു ധാർമ്മികതയും അതിന്റെ മൂല്യബോധവും. ഈ ധാർമ്മികതയും മൂല്യബോധവും എന്നേക്കുമായി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് ഇയാൾ ചെയ്തത്. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി തന്റെ തറ നിലവാരത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ ഭരണപരമായ സ്ഥാപനങ്ങളെയും പാർട്ടി സംഘടനകളെയും വർഗബഹുജന സംഘടനകളെയും എല്ലാം അയാൾ കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതിൽ ഏറ്റവും വലിയ ശാപം പേറുന്ന സംഭവമായിട്ട് ആര് മാറി? ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഫലമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഭീഷണിക്കത്തോ ശരിക്കും ഈ ഒരൊറ്റ സംഭവത്തിന് മേലെ MV ഗോവിന്ദൻ പരസ്യമായി കേരളത്തോട് മാപ്പ് പറയണം. MV ഗോവിന്ദൻ ധൈര്യം ഉണ്ടെങ്കിൽ. അദ്ദേഹം തന്നെ MV ഗോവിന്ദൻ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. CPIയും CPM തമ്മിൽ എന്തുണ്ട്? ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേകമായിരിക്കും ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരസ്പരം വിമർശിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം തിരുത്തുകയും ചെയ്യുന്നത് എന്ന് ഗോവിന്ദൻ എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആവർത്തിച്ചിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കവേ തന്നെയാണ് ഒരു കൂലി പയ്യൻ ആ പയ്യൻ എഴുതുകയാണ് തലക്ക് വില പറയോ ബിനോയ് വിശ്വന്റെ. ആരാടാ ഇവൻ
ആരാണ് ഇവർ അധികാരം കൊടുത്തത്? ഇവന്റെ പിറകിലുണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് ആരുടേതാണ്? പരസ്യമായി ഈ ഗോവിന്ദൻ കേരളത്തിലെ പൗരാവലിയോടും പ്രത്യേകിച്ച് ബിനോവിഷത്തോടും അയാൾ മാപ്പ് പറയണം. ഞാൻ CPI സഖാവൊന്നുമല്ല, അത് വേറെ വിഷയം. പക്ഷേ ഒരു പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശമില്ല എന്നും ഈ തലതിരിഞ്ഞു പോയിരിക്കുന്ന ഒരു സംഘടനാരൂപത്തെ വിമർശിക്കാനും എതിർക്കാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുടിപിടിക്കുന്ന ഒരാൾക്ക് അവകാശമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത്? ഈ അധികാരമില്ലായ്മയിലെ അധികാരത്തെയാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിരുന്നത്. അതിന് പകരം ഈ കടത്ത് കീടമായിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? നിയമസഭക്കകത്ത് പോലും അയാൾ ആവർത്തിച്ചത് എന്താ? അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നല്ലേ? രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞു, നാളെയും ഞാൻ ആവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ധിക്കാരം. ഈ ധിക്കാരത്തിന്റെ പേരൊന്ന് മാത്രമാണ്: സർവനാശത്തിലേക്ക് തന്റെ പോലെ തന്നെ നിലവാരത്തിലേക്ക് കേരളത്തിന്റെ പുതിയ മനസ്സിനെയും അതിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന മേഖലയെയും നശിപ്പിക്കുക എന്ന ഉത്തരവാദിത്തത്തിന്റെ ആരാച്ചാറായി പണിയെടുക്കുകയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിനോട് തിരുത്തുക എന്നുള്ളത് ഇത് ഒരിക്കലും തന്നെ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു.